എനിക്കെന്താ വീട്ടിൽ പോണോ? ഇതൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇരിക്കണ ഇരിപ്പണ്ട. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മള് ഫിഷിങ്ങിനായിട്ട് ഇതാ ബോട്ടില് നമ്മൾ ആഴക്കടലിലേക്ക് പോകാൻ പോകണം. ആഴക്കടലല്ല, കടലിലേക്ക് പോകാൻ പോണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒന്ന് കടലിൽ പോയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുമെന്ന്. അപ്പോൾ ആ ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്നില്ല. പേടിയുണ്ടോന്ന് വെച്ചാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ നമുക്ക് പോയാലോ? നോക്കിയാലോ? കുറെ ആൾക്കാരുണ്ട്, ഓണേഴ്സും വർക്കേഴ്സും പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് പോണത്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ വരാനുള്ളതാണ്. ഇനി കുറെ പേരൊക്കെ വരാനുണ്ട്. ഓണേഴ്സും ഉണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാ വർഷവും അതായത് ഈ ബോട്ട് ഇറങ്ങിയതിന് ശേഷം കേട്ടോ, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ തന്നെ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക്. ഇപ്രാവശ്യം നെൽജക്ക് വന്നോന്ന് പറഞ്ഞുകൊണ്ട് നെൽജനം കൂട്ടി വന്നതാണ്. ചരക്കൊക്കെ ഇറക്കിയതിന് ശേഷം ഇവര് നാട്ടിലോട്ട് പോയാണ്, ഇന്ന് കെട്ടാണ് ബോട്ട്. നാട്ടിലോട്ട് പോണേക്കാളും മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു വല വലിക്കാന്ന് ചോദിച്ചിട്ടും കടലിലേക്ക് പോണേന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ കൂടി പോണത് ഇതിന്റെ ഇടയിൽ കൂടി. നെൽജ ഭയങ്കര ഹാപ്പിയാണ്. നെൽജ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ബോട്ട് പുതിയതായിട്ട് ഇറക്കുമ്പോ കടലിലേക്ക് ജസ്റ്റ് ഒന്ന് പോവും. അപ്പോ ഒരു 2 പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അത് അഴി വരെ പോവാറുള്ളൂ. ഇപ്പൊ ഇപ്രാവശ്യം കടലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോണത്. അത് മാത്രമല്ല, മീൻ പിടിക്കണ കാണണ്ടേ? അതെ അതെ, ലൈവായിട്ട് കാണണോ? വല വലിക്കണതും മീൻ പിടിക്കണെല്ലാം കാണാൻ പോയി നമ്മ. അതെ, നമ്മ പോവാൻ പോണേ. നമ്മളിപ്പോ ഉള്ളത് ബോട്ടിന്റെ വീൽ ഹൗസിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷൻ കിച്ചണാണ്. അപ്പൊ കിച്ചണിന്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. മസാല ഐറ്റംസ്, പിന്നെ ഇവിടെ സ്റ്റൗവ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് കിടക്കാനുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിലൊക്കെ കിടക്കാനുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ സ്രാങ്കിന്റെ സീറ്റ്. ഇത് സ്റ്റിയറിംഗ് ബോട്ടിന്റെ. തിരിച്ചാ പോവൂല, അവിടെ ഗിയറൊക്കെ ഉണ്ട്. നമുക്ക് വലിക്കാനുള്ള വലയാണ്. ഈ വല വെച്ചാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. ജോലിക്കാരെല്ലാം തന്നെ മീൻ പിടിക്കാനുള്ള വലയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിന്റെ പുറകിലുള്ള ഈ അറയിലാണ് വലകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ അറകളിൽ പലതരത്തിലുള്ള വലകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്ത തരത്തിലുള്ള മീനുകളെ പിടിക്കാനുള്ളതാണ്. ഈ കാണുന്നതാണ് മുനമ്പം മിനി ഹാർബർ. യൂണിയനിലെ ചേട്ടന്മാരെല്ലാം തന്നെ ചരക്കുകളൊക്കെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോ കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ടിന്റെ കെട്ടയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്ന ബോട്ട് 2 ബോട്ടുകളുടെ ഇടയിലാണ്. അതിനിടയിൽ നിന്നും റിവേഴ്സ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ് ബോട്ടിലെ സ്രാങ്ക്. സ്രാങ്കിന്റെ പേര് കുമാർ എന്നാണ്. സ്രാങ്കാണ് ഈ ബോട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സ്രാങ്ക് ഇപ്പൊ ബോട്ട് റിവേഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ കുറച്ച് ജോലിക്കാർ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നിന്നുമാണ് ബോട്ട് റിവേഴ്സ് എടുത്ത് വരുന്നത്. അപ്പോൾ ദാ നമ്മൾ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മുകളിലിരിക്കുന്ന 2 ബോട്ടുകളും മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി യാർഡിൽ കയറ്റിയിരിക്കുന്നതാണ്.
ഇതുപോലെ ഒരുപാട് ബോട്ട് യാർഡുകൾ ഇവിടെ ഉണ്ട്. ക്രിസ്മസ് വെക്കേഷനായിട്ട് പണിക്കാരൊക്കെ നാട്ടിൽ പോയതുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ന് നമ്മൾ പോയി വന്നതിന് ശേഷം ഈ ബോട്ടും കെട്ടിയിടും. ഇനിയിപ്പോൾ ന്യൂ ഇയറിന് ശേഷമായിരിക്കും ഈ ബോട്ട് പണിക്ക് വേണ്ടി കടലിലേക്ക് പോകുന്നത്. ഒരാഴ്ചത്തെ പണിക്ക് ശേഷമാണ് ഈ ബോട്ട് കയറിയതും ചരക്ക് കൊടുത്തതും. എന്നാൽ പോലും പണിക്കാർ യാതൊരു ക്ഷീണവും കൂടാതെയാണ് ഇപ്പോൾ കടലിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വരുന്നത്. ഈ പുഴയുടെ വലതുവശം മാലിങ്കരയും ഇടതുവശം മുനമ്പവും, നേരെ കാണുന്നത് അഴീക്കോടുമാണ് കേട്ടോ. ബോട്ടിൽ പാത്രവും കൈയൊക്കെ കഴുകാനായിട്ട് ഈ കാണുന്ന ചാമ്പുവയ്പ്പിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം അവർ നേരത്തെ തന്നെ ബോട്ടിനുള്ളിലെ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ പണിയുന്നത് അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പില്ലറുകളാണ്. തൃശ്ശൂർ എറണാകുളം തീരദേശ പാതയിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ അഴീക്കോട് മുനമ്പം പാലം. ഈ പാലം 2 വരി പാതയാണ് കേട്ടോ. 868.7 മീറ്ററാണ് ഇതിന്റെ നീളം. ഈ കാണുന്നത് മുനമ്പത്തെ വലിയ ഹാർബറാണ്. ഇതാണ് മുനമ്പം അഴീക്കോട് അഴി. അഴീക്കോട് മുനക്കൽ ബീച്ച് ഫസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ജൈന്റ് വീലാണ് കേട്ടോ ഈ കാണുന്നത്. പുഴയും കടലും ചേരുന്ന ഭാഗത്തെയാണ് അഴി എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ കടലിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. കടലിലെ മത്സ്യബന്ധനം വളരെ പ്രയാസമേറിയതും അപകടം നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് കയറുന്നതിന് മുമ്പ് ബോട്ട് നിർത്തിയിട്ട് ശ്രാങ്ക് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ബോട്ട് എടുക്കുന്നത്. നമ്മൾ അങ്ങനെ കടലിലേക്ക് കയറി. കടലിലേക്ക് കയറുമ്പോൾ ബോട്ട് ആടി ഉലയും. അപ്പൊ പിടിച്ചിരുന്നില്ലെങ്കിൽ വെള്ളത്തിലേക്ക് തെറിച്ചുപോയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചായം പിടിച്ചിരിക്കാൻ പറഞ്ഞത്. ഇനി അടുത്തത് വലയിടാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. അതിനുവേണ്ടി ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വീൽ ഹൗസിൽ പാട്ടും ഡാൻസൊക്കെ തുടങ്ങി. പാട്ട് കേട്ടാൽ പിന്നെ നമുക്ക് ഡാൻസ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. വെള്ളയപ്പവും പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇടിയപ്പവും ബീഫുമാണ് കഴിക്കുന്നത്. ബാക്കി എല്ലാവരും അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിന്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേക്കുണ്ടല്ലോ വെള്ളമൊക്കെ നല്ല നമ്മള് ഈ സിനിമയിൽ ഇതിലൊക്കെ കാണില്ലേ, ശരിക്കും നല്ല ബ്ലൂ കളർ വെള്ളം. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. ബാലൻസ് എനിക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ വലയിടാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നൊക്കെ. ഞാൻ പിടിച്ചു പോണത് ബാലൻസ് ചെയ്ത് കാണും. മീൻ പട ഇതാണ് GPS-ൽ മീനുകളെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ശ്രാങ്ക് പറയുന്നത്. അതുമല്ല, മീനുകളെ സ്പോട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിൽ സൗണ്ട് വരും. കടലിൽ ഒരുപാട് വേറെ ബോട്ടുകൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ബോട്ട് ഇപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടലിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും എന്റെ കിളി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തല കറങ്ങുന്നോ ഛർദിക്കാൻ വരുന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കടൽ ചൊരുക്കെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ അത് അനുഭവിച്ചു. എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ശ്രാങ്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഴപ്പമില്ല, കുറച്ചു കഴിയുമ്പോൾ റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. കടലിന്റെ ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും കാറ്റില്ലാത്തൊരവസ്ഥയും കഠിനമായ ചൂടും ബോട്ടിന്റെ ആടിയുലയിലും എല്ലാം കൊണ്ടും ഛർദിക്കാൻ വന്നിട്ടുള്ള ഒരു ഇരിപ്പാണിത്. എന്നാ ഛർദിച്ച് പോകുന്നുമില്ല. ഛർദിച്ച് പോയിരുന്നെങ്കിൽ ഒരു സമാധാനമായേനെ. എനിക്കെന്താ വീട്ടിൽ പോണോ? ബോട്ടിന്റെ കടലിൽ ഒരു ആയ്പ ഉണ്ടാവൂല. ആയ്പില് അങ്ങനെ ആടി 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 ക്ഷീണിച്ചിരിക്കുന്നു. വീട്ടിൽ പോണെന്ന് പറയണ ബോട്ടാണെങ്കിൽ വല വലിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. നാടൻ ബോട്ടുകൾ കുറെ ബോട്ടുകൾ ഇങ്ങനെ വലിക്കുന്നുണ്ട്. ഏട്ടത്തൊക്കെ അവരുടെ ചെറിയ ചെറിയ നോട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ നാടൻ ബോട്ടുകൾ വലിക്കുന്നുണ്ട്. ഒരുപാട് ബോട്ടുകൾ നമ്മുടെ അടുത്തൊക്കെ വലിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ കളർ എന്ന് പറഞ്ഞത് പ്യുവർ ബ്ലൂ ആണ്.
ആകാശത്തിന്റെ പൂട നിലത്തോട്ട് അടിക്കണമെന്ന് അറിയില്ല. നല്ല ക്ലിയർ വാട്ടർ. അപ്പൊ ഇനി വല വലിച്ചു കയറ്റാൻ പോവാണ്. എല്ലാരും കൂടി ചേർന്നാണ് കേട്ടോ വലിച്ചുകൊണ്ടിരിക്കുന്നത്. വല വലിച്ചു തുടങ്ങിയപ്പോഴേക്കും എന്റെ ക്ഷീണമെല്ലാം ആ സമയത്തേക്ക് ഞാൻ മറന്നുപോയി. വല വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് മീനാണ് കിട്ടാന്നുള്ളത് നോക്കാം. കാണുന്നുണ്ട്. ചാളയാണോ? ചാളച്ചാകരയാണോ? ചാളയുണ്ടാക്കി നമുക്ക് കിട്ടിക്കോ. എല്ലാവർക്കും ഒരു കറക്ക് കൊടുക്കുക. ചാള പങ്കൽ വന്നിട്ട് അത് പിടിച്ചോ. അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ. ആ കൊലി കിട്ടും പിടിച്ചു. ആ കൊലി കൈവിട്ടു. കൈവിട്ടു. ആ പെടക്കലുണ്ടാ ആ ചൊറിയോ? ചൊറി 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 ചൊറി. വല വലിച്ചു കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത വലയിട്ടു. പിന്നെ മീനുകളൊക്കെ തരംതിരിച്ച് ബോക്സുകളിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അവസാനം ഞാൻ വാള് വെച്ച് കീഴടങ്ങി ഗൈസ്. പക്ഷെ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഇതൊക്കെ ഞാൻ കാണുന്നത്. ഇതൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇരിപ്പണ്ട. ഒന്ന് കടലാണ് ചെറാൻ കൊണ്ടുവന്ന് കടലും കണ്ട് വാളും വെച്ച്. അവരുടെ വലവലിക്കലും കഴിഞ്ഞതാ അവർ ഡാൻസ് തുടങ്ങിയിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ വലവലിച്ച് കിട്ടിയ അയില ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. നല്ല ഫ്രഷ് അയില ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് അവർ കൊണ്ടുവന്നേക്കണേ. ഉള്ളിലെ കുടലും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ഇട്ടേക്കുന്നത് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അവർ പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ സ്രാങ്കിന്റെ കിഡിലും ഡാൻസ് ആയിരുന്നു. നല്ല എൻജോയ് ചെയ്താണ് സ്രാങ്ക് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച അയില ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ചൂടായി, അയില ഇട്ടു. അതിനിടയിൽ ഡാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ രണ്ടാമത്തെ വല വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയില ഫ്രൈ ഒക്കെ ചെയ്ത് തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് വലിച്ച വലയിൽ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് ചാള, അയില, കുറച്ച് ചെമ്മീൻ, അങ്ങനെ കുറച്ച് മീനുകളെ കിട്ടിയുള്ളൂ. അടിക്കുമല്ലേ അങ്ങനെ കിട്ടിയ മീനുകളെല്ലാരും തിരിഞ്ഞ് ബോക്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിക്കൂ. അങ്ങനെയുണ്ട്. ഫ്രഷ് മീനായതുകൊണ്ട് ഓരോന്നോരോന്നെടുത്ത് കുടല് പൊളി കളഞ്ഞിട്ടുണ്ട്.
അങ്ങനെ വലയിടലൊക്കെ കഴിഞ്ഞ് വലയെല്ലാം ക്ലീൻ ചെയ്ത് അവർ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വലയെല്ലാം തന്നെ അറയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ 73 മാറ് ആഴത്തിലാണ് മത്സ്യബന്ധനത്തിനായി പോയത്. അപ്പൊ ഗൈസ് നമ്മളതാ ആഴക്കടലിലെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഒരു അഴിയെത്താറായിട്ടുണ്ട്, മുനമ്പം അഴീക്കോട് അഴിയെത്താറായിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്തൊക്കെയാണ് വീഡിയോയിൽ വന്നേക്കണമെന്ന് എനിക്കറിയില്ല. ഇനി എഡിറ്റ് ചെയ്യിപ്പിച്ചാൽ കാണിച്ചു തരും എന്തൊക്കെയാണ്. അതിനിടയിൽ ഞാൻ നന്നായിട്ട് പാട് വെച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇത് നല്ല ഫ്രഷ് ആയില്ല, ഇപ്പൊ പിടിച്ചായില്ല. ഫ്രൈ ഒക്കെ ചെയ്ത് നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കടല് വരുമ്പോൾ എനിക്കൊരു പേടിയോ ടെൻഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വാള് വെക്കുമെന്നും വിചാരിച്ചില്ല. എന്തായാലും വന്നു, വലിയ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ബോട്ടിൽ കയറി ഇങ്ങനെ വന്നിട്ട് പേടിയൊന്നും ഉണ്ടായില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആരെങ്കിലും ആഴക്കടലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതാ അഴീക്കോട് ബീച്ച് ഫെസ്റ്റിന്റെ ജൈന്റ് വീലിന്റെ കടലിൽ നിന്നുള്ള കിടിലം വ്യൂ ആണിത് കേട്ടോ. രാത്രിയിലെ വ്യൂ ആയിരുന്നേ ഇതിലും ഭംഗിയായനെ. അങ്ങനെ ഇതാ നമ്മൾ അഴിയിലേക്ക് തിരിച്ചെത്തി. ഇതാണ് ബോട്ടിന്റെ സ്റ്റോർ, അതായത് മീനൊക്കെ ഐസ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലം. നല്ല കൂളിംഗ് ആണ് കേട്ടോ അതിന്റെ ഉള്ളില്. സ്റ്റോറിൽ ഓരോ കാര്യങ്ങൾ ഇച്ചാൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ആഴക്കടലിൽ വെച്ചിട്ട് കാറ്റില്ലാതിരുന്ന സമയത്ത് സ്റ്റോറിന്റെ ഉള്ളിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. അത്രയും നല്ല കൂളിംഗ് ഉണ്ട് അതിന്റെ അകത്ത്. കിട്ടിയ മീനിൽ നിന്ന് കുറച്ച് മീൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ശരിക്കും കറക്കിടുതോ.